ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന ഒരു പുതിയ വിഭവമായിട്ടാണ് കപ്പ കൊണ്ടുള്ള ഉന്നക്കായ. ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി, പക്ഷേ ഇതുവരെ ആരും കപ്പ കൊണ്ടുള്ള ഉന്നക്കായ ഉണ്ടാക്കിയതായിട്ട് കണ്ടില്ല. കട്ട്ലേറ്റും മറ്റു പല രീതിയിലൊക്കെ പല വിഭവങ്ങളും തയ്യാറാക്കിയത് കണ്ടു. പക്ഷെ നമ്മൾ ട്രഡീഷണൽ രീതിയിൽ നേന്ത്രപ്പഴം വെച്ച് തയ്യാറാക്കുന്ന ഉന്നക്കായ പോലെ കപ്പ കൊണ്ട് തയ്യാറാക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്നും ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ചാനലായ ജെയിൻസ് വണ്ടർ വേൾഡ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കപ്പ കൊണ്ടുള്ള ഉന്നക്കായ റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് കപ്പ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് പുഴുങ്ങിയെടുത്തതാണ്. ഒരുപാട് വെള്ളം വെച്ച് പുഴുങ്ങിയെടുക്കരുത്. അതുപോലെ തന്നെ പുഴുങ്ങിയ ശേഷം വെള്ളത്തിൽ കുറേ സമയം നിർത്തുകയും ചെയ്യരുത്. അപ്പോൾ ഇത് വെള്ളം കുടിച്ചു പോകും. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. കുറഞ്ഞ ഉപ്പിട്ട് കൊടുത്താൽ മതി. കാരണം മധുരം ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ചെയ്ത് വെക്കാൻ അതിന് ബാലൻസ് ചെയ്യാൻ രീതിയിലുള്ള ഉപ്പ് ഉണ്ടായാൽ മതി. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ നിൽക്കട്ടെ. നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ച പീനട്ട്സും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുകയാണ്. രണ്ടും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഒന്ന് ചെറുതായിട്ട് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് കസ്കസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി ചേർക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് നിശ്ചയിക്കാം കേട്ടോ. ഇനി ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഞാൻ അരമുറി തേങ്ങ, അത്യാവശ്യം വലിയ തേങ്ങയാണ് കേട്ടോ, അരമുറി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായ ചതച്ച് ചേർത്ത് കൊടുക്കാം. 2 ഏലക്കായ ചതച്ചതാണ്. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു കറക്റ്റ് അളവായിരിക്കും. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഓവറായിട്ട് ചൂടാക്കരുത്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി ഇതൊന്ന് ചൂടാറിയാൽ ഇനി നമുക്ക് ഉന്നക്കായ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ആദ്യം കപ്പയിൽ നിന്നും കുറച്ചെടുത്തിട്ട് സാധാ നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. കൈവെള്ളയിൽ ഒട്ടുകയാണെങ്കിൽ ഓയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ കയ്യിൽ തേച്ച് കൊടുത്ത് പരത്തിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഓവറാവരുത്. ഇനി നമുക്ക് ഉന്നക്കായ മടക്കി ഉരുട്ടിയെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കണം. ഉന്നക്കായയുടെ അതേ ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാൻ എല്ലാ ഉന്നക്കായും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തെടുത്ത ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് പൊരിച്ചെടുക്കാം. ഇതുപോലെ ഓരോന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവനും ചെയ്തെടുക്കാം. ഇപ്പോൾ കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നും ഇട്ട് കൊടുത്ത് നമുക്ക് പൊരിച്ചെടുക്കാം. സിമ്മിൽ വെച്ചാൽ മതി. ബ്രെഡ് ക്രംസ് ഉള്ളതുകൊണ്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും.
ഇങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മാറ്റി ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഞാനത് കോരിയെടുക്കുകയാണ്. ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കാം. ഇപ്പോൾ ഇവിടെ കപ്പ കൊണ്ടുള്ള ഉന്നക്കായ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.